ഗായ്സ് അങ്ങനെ നമ്മൾ 10K ഫാമിലി ആയിരിക്കുകയാണ്. ഒരു വലിയ നമ്മളൊരു സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാ. ഞാൻ ഓർമ്മയുണ്ടോ? അതെ, ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ 0 ഫോളോവേഴ്സ് ആയിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് പപ്പ, മമ്മി, അച്ഛൻ, അമ്മ, അച്ചു, ഇത്രയും പേരുണ്ടായിരുന്നു. പിന്നെ എന്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവരൊക്കെ പിന്നെ വീഡിയോ കണ്ടതിന്റെ ശേഷമാണ് അറിയുന്നത്, അവരുടെയൊക്കെ ഫീൽഡിൽ ചെന്നതിന് ശേഷം. നമ്മൾ അങ്ങനെ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ല വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ടെന്നൊന്നും നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ ഇതൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്ന ആൾക്കാരല്ല നമ്മൾ. പിന്നെ രണ്ടാളും നല്ല ഷൈയാണ്. അത് കാരണം ഇതേ ആൾക്കാർ എടുത്തിട്ടിട്ട് കളിയാക്കുമെന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അത് കാരണമാണ് ആരുടെ ഒന്നും പറയാതിരുന്നത് ആദ്യം. ഒന്നും പറയാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ നമ്മുടെ ആദ്യം, എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് നമുക്കൊരു 1000 വ്യൂസ് വെച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ 1000 വ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരയോ നമ്മൾ 1000 ആൾക്കാർ കണ്ടു എന്നുള്ള. ഞാനും ഇവളോട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ഈ വീഡിയോ ഒരു 2000 പേര് കണ്ടിരുന്നെങ്കിൽ. അപ്പോൾ 2000, 3000 ഒക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒരു 10K ഇങ്ങനെ ഫീഡ് നമ്മൾ 10K വ്യൂസ് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 100K ആയി മോഹം. അതേപോലെ പിന്നെ ഒരു 100K അടിച്ചു. ആ 100K വീഡിയോ തന്നെ 200 ആയി, 300 ആയി, 1 മില്യൺ അടിച്ചു. അതെ, 100K ആവുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യം ഒരു ഗെയിം, നമ്മൾ ആദ്യം നമുക്ക് ഇന്ന സംഭവങ്ങൾ ചെയ്യണമെന്നൊന്നുമില്ലായിരുന്നു. നമ്മൾ ആദ്യം എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യുക, ചാലഞ്ച് വീഡിയോസ്. പിന്നെ വെറുതെ ശ്രീനാഥ് ഇങ്ങനെ ആദ്യം നമ്മൾ കുറച്ച് വെറുതെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന വീഡിയോസ്, എഡിറ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അത് തന്നെ അപ്ലോഡ് ചെയ്യുക. ആദ്യം ഫുള്ള് കളിപ്പിക്കലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുക, ഒരു വീഡിയോ വെച്ചിട്ട് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമായിരുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചലഞ്ച് ഇട്ട ടൈമിൽ അതിന് 25K വ്യൂസ് കിട്ടി. അതാണ് നമ്മുടെ ആദ്യത്തെ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നത്. നോർമലി കിട്ടുന്നുണ്ട് വ്യൂസ്. നോർമലി നമ്മൾ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആകെ 6 7 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഇവർ ആ 7 സബ്സ്ക്രൈബേഴ്സിൽ നിന്നിട്ട് നമുക്കൊരു 1000, 1500, 2000 വ്യൂസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഒരു വീഡിയോയ്ക്ക് 25K വ്യൂസ്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 25,000 പേര് കണ്ടു. ആ ഒരു സംഭവം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു 25K വ്യൂസ് കിട്ടിയതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടാൻ തുടങ്ങി. ഇടുന്ന വീഡിയോസിനെല്ലാം ഒരു ചിലപ്പോൾ 10K മുകളിൽ, അല്ലെ ഒരു 8K, അങ്ങനെ എല്ലാത്തിനും വ്യൂസ് കിട്ടാൻ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് പതിയെ കൂടുന്നുള്ളൂ, എന്നാലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നോർമലി ഉള്ള വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 months ആയുള്ളൂ. അതിന്റെ ഇടയിൽ ഇപ്പൊ നമുക്ക് നമ്മളൊരു 10K ഫാമിലി. അപ്പോ അങ്ങനെയാണ് നമുക്ക് ആദ്യം ഇതാവുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോ ഭയങ്കര വൈറല്. 2.4 മില്യൺ വ്യൂസ് ഉണ്ട് അതിന്. നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല. ഞാനിങ്ങനെ അപ്പം ഞാൻ വൈറ്റ് സ്റ്റുഡിയോയിൽ ഞാൻ വരുന്ന കമൻറ്റിന് മാക്സിമം എനിക്കൊന്ന് ചിലപ്പോൾ 1 2 കമൻറ്റിനും ഉണ്ടാവുള്ളൂ റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവില്ലാത്ത, അല്ലാതെ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഈ കമൻറ്റ് കുറച്ച് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കാമല്ലേ എന്ന് ശ്രീനാഥിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ശ്രീനാഥ് പറഞ്ഞില്ല, കൊടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കമൻറ്റ് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുക. റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് അത്ര കമൻറ്റ് ഉള്ളൂ കേട്ടോ. യൂട്യൂബിൽ നമുക്ക് പൊതുവെ കമൻറ്റ്സ് കുറവാണ്, പക്ഷേ ആ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഭയങ്കര വൈറലായി. നോക്കുമ്പോൾ അത് ആദ്യ ദിവസം നോക്കുമ്പോൾ 1 മില്യൺ വ്യൂസ്. ഞങ്ങൾക്കൊരു ഷോക്ക് ചെയ്ത് 1 മില്യണോ? അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഇത് ഷെയർ ചെയ്ത് തന്നു. നിങ്ങളിത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബാക്കിലേക്ക് നിൽക്കുന്ന ഒരാളെ. ഒരു പ്രോഗ്രാമിന്, ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കോളേജിലായിരുന്നെങ്കിലും ഞാൻ ഒരു പ്രോഗ്രാമിനും പങ്കെടുക്കും, അങ്ങനെ ഒന്നും ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഷോക്കാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. അതായത് ആരും നമ്മൾ വിചാരിച്ച പോലെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ കുറെ ആൾക്കാരൊക്കെ മേ ബി ഞാൻ വിചാരിച്ചു കളിയാക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും എന്ന്. പക്ഷെ ഇതിങ്ങനെ ഞാനായിട്ട് ആർക്കും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും, പ്രത്യക്ഷത്തിൽ കളിയാക്കുന്നില്ല അല്ല, എന്നാലും ഞാൻ എന്റെ വീഡിയോ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയാം, അങ്ങനെയൊന്നും ഞാൻ എന്റെ വേറെ ഫ്രണ്ട്സിനൊന്നും ഞാൻ അങ്ങനെ അയച്ചു കൊടുത്തില്ല, അങ്ങനെ ഷെയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ ആൾക്കാർ പറഞ്ഞത് അവരുടെ ഫീഡിൽ വന്നിട്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് വീഡിയോസ് ഇങ്ങോട്ട് അയച്ചു തരാൻ തുടങ്ങി. നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്ന കണ്ടിട്ട് അങ്ങനെ. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ എന്താ പറഞ്ഞത്, അങ്ങനെ നമ്മളിപ്പോൾ 10K ആയിട്ടിരിക്കുകയാണ്. അതെ, ഇതിലോട്ടൊക്കെല്ലാം വരാൻ കാരണം ഞങ്ങൾ ഇതേപോലെ വീഡിയോ ചെയ്യണം, ഇങ്ങനെ കണ്ടന്റ് ഇടണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ കാരണമായ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞങ്ങൾ ആദ്യമായിട്ട് ജാസിർ
ഒരു ഹോസ്പിറ്റലിന്റെ ആഡിന് വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടൈക്കനാലായിരുന്നു. നമുക്കിത് തീരെ പ്ലാൻഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് നമുക്ക് പിന്നീട് അപ്ലോഡ്. ഇപ്പൊ നോർമലി എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അറിയാം, കല്യാണം ആയിക്കഴിഞ്ഞാൽ അവര് പെണ്ണ് കാണാൻ വരുന്നത്, ചെറുക്കന്റെ വീട്ടിൽ പോകുന്നത്, എൻഗേജ്മെന്റ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും വീഡിയോ എടുക്കും. അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ കല്യാണത്തിന്റെ ഒക്കെ സമയത്ത് ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഞങ്ങൾ വളരെ കുറച്ച് എന്തെങ്കിലും മെമ്മറീസിൽ വേണമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഒരു വീഡിയോ ഇല്ല. ശ്രീനാഥും എന്റെ ബ്രദറും ഒക്കെ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. നമ്മൾ സാരി എടുക്കാൻ പോയപ്പോഴും അങ്ങനെയുള്ള ചെറിയ കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു വീഡിയോസും ഇല്ല. അങ്ങനെ ഇപ്പൊ നോർമലി ഉള്ള എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. കല്യാണത്തിന് മുമ്പേ ഇതെല്ലാം വീഡിയോസ് ഇടുന്നു. അത് അത്യാവശ്യം എല്ലാവരുടെയും വൈറലാവുക. ആ ഒരു പോസ്റ്റ് അത്യാവശ്യം വൈറലാവും. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻഡേ ആയിരുന്നില്ല, അങ്ങനെ ചെയ്യണം എന്നോ അല്ല ഇങ്ങനെ വരണം എന്നൊന്നും നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ നമുക്ക് കൊടൈക്കനാൽ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളും കൂടി കൊടൈക്കനാൽ പോയി ഞങ്ങൾ തിരിച്ചു വരുന്ന ദിവസം തിരിച്ചു വരുന്ന ദിവസമല്ല, നമ്മളവിടെ നിൽക്കുന്ന ഒരു ദിവസം ജാസ്ർ, ശ്രീനാഥിന്റെ ഫ്രണ്ടാണ്, ജാസ്ർ ഇങ്ങനെ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഒരു ആഡ് ചെയ്യാൻ പറ്റുമോ. അതെ. അപ്പൊ ഇങ്ങനെ ചോദിച്ചു, ഒരു ആഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത്. അത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ചുമ്മാ ഇരിക്കല്ലേ, ഫണ്ണായിരിക്കും. പിന്നെ ജാസിറിന്റെ കസിൻ ഉണ്ട്, പയ്യന്മാരെല്ലാരും നല്ല കമ്പനി. അപ്പം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുള്ളിച്ചാടി. അടുത്ത ദിവസം ആടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം ഞാൻ ഇങ്ങനെ ഇതൊന്നും ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി. എന്താ ചെയ്യാ? അതും ഹോസ്പിറ്റലിന്റെ ആടെന്ന് പറഞ്ഞാൽ മീനുവിന് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇല്ല, ആടെന്ന് അങ്ങനെ പറഞ്ഞില്ല. ആടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തിന്റെ ആടാണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. കപ്പിൾസിനെ വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ തന്നെ ഞാൻ ഓർത്ത് കപ്പിൾസിനെ. അപ്പൊ ശ്രീനാഥിന് ഡൗട്ട് അടിച്ചു, എന്തായിരിക്കും ആവോ. അപ്പോഴും ജാസർ പറഞ്ഞിട്ടില്ല എന്താണ് സംഭവം. ജാസർ പറയുന്നില്ല, ഒരു ആടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷമാണ് ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് പറയുന്നത്. എങ്ങനെയാണ് സംഭവം? അത് മീനു അതില് ഇതാണ്, പ്രഗ്നന്റ് ലേഡിയാണ്. ഞാൻ പ്രഗ്നന്റ് ലേഡീനെ ടേക്ക് കെയർ ചെയ്യുന്ന ഹസ്ബൻഡ്. എന്നിട്ടൊരു ഹോസ്പിറ്റലിന്റെ ആഡാണ്. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു, ഡോക്ടറെ കയ്യിൽ സുരക്ഷിതമായിട്ട് മീനുവിനെ ഏൽപ്പിക്കുന്നു, ഡോക്ടർ കൈയൊക്കെ തന്ന അങ്ങനത്തെ ഒരു ആഡാണ്. അത് നല്ല ഫണ്ണായിരുന്നു സംഭവം. ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതെ, ഇവിടെ പെരിന്തൽമണ്ണ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ആഡായിരുന്നു അത്. അത് അത്യാവശ്യം റീച്ച് കിട്ടിയ ആഡാണ് അവരുടെ പേജിൽ. ആ ഒരു ആഡിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അതും പിന്നെ വേറൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ശ്രീനാഥ് ജനിച്ചത് അല്ലേ. ആ ഹോസ്പിറ്റലാണ് ശ്രീനാഥ് ജനിച്ച ഹോസ്പിറ്റൽ. അവിടെ മെയിൻ ആയിട്ടുള്ളത് പീഡിയാട്രിഷ്യൻ ഡിപ്പാർട്ട്മെന്റും ഗൈനക് ഡിപ്പാർട്ട്മെന്റും ആണ് മെയിൻ ആയിട്ടുള്ളത് ആ ഹോസ്പിറ്റലില്. നമ്മുടെ ആഡും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആഡാണ്. ആദിത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറാണ്. പുള്ളി നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അതായിരുന്നു ഫസ്റ്റ് ആഡ്. അപ്പൊ ആ ആഡാണ് ഞങ്ങള് എല്ലാവരും, വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. വീട്ടിൽ ഇപ്പൊ അമ്മായി, അമ്മാമ, ഇവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തപ്പോ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞേ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രീനാഥ് അടിപൊളിയായിരുന്നു. അതെ, അതില് കാരണം എനിക്ക് പ്രത്യേകിച്ച് അതിലൊന്നുമില്ല. ഞാൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് എനിക്ക് ചെയ്യേണ്ട സംഭവമൊന്നുമില്ല. ശ്രീനാഥിന്റെ ഫേസിലായിരുന്നു ടെൻഷനും കാര്യങ്ങളൊക്കെ. അതായത് എന്റെ വീട്ടിൽ അവിടെ എല്ലാവരും കണ്ട സമയത്ത് എല്ലാവരും പറഞ്ഞു ശ്രീനാഥ് ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്തുല്ലോ. അതിപ്പോ നോർമലി നമ്മുടെ എല്ലാ വീഡിയോസിലും അധികം ആൾക്കാരും പറയുന്നത് അങ്ങനെ തന്നെയാണ്, ശ്രീനാഥ് നന്നായിട്ട് ചെയ്തു തന്നെയാണ് പറയാറ്. അതിലെനിക്ക് പ്രശ്നമൊന്നും ഇല്ലതായിരുന്നു. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഇതിലോട്ട് വരാനുള്ള കാരണം. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കരുതി ചുമ്മാ ഫണ്ണായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടു. യൂട്യൂബില് ഇതേപോലെ വൈറൽ ഫസ്റ്റ് വീഡിയോ ഞങ്ങളുടെ വീഡിയോ നമ്മുടെ സേവ് ദ ഡേറ്റ് വീഡിയോ ആണ് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിലെ. അതെ, അത് കഴിഞ്ഞ് യൂട്യൂബില് വീഡിയോ എല്ലാം അത്യാവശ്യം റീച്ച് ആയി തുടങ്ങിയപ്പോൾ ഞങ്ങൾ കരുതുന്ന ഇൻസ്റ്റാഗ്രാമിൽ കൂടി തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനല്ല. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു ചേട്ടൻ, ആ ചേട്ടൻ്റെ അക്കൗണ്ടിൽ നമ്മുടെ ഈ വൈറൽ ഷോർട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കൊരു 5 ലക്ഷം അടുത്തെങ്ങാണ്ട് ആ ടൈമിൽ നോക്കിയ ടൈമിൽ 4 ലക്ഷം 5 ലക്ഷം ഇപ്പം എത്ര എനിക്കറിയില്ല കേട്ടോ, ആ ഏകദേശം ഒരു വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. എന്താ പറയാ, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം. ഇൻസ്റ്റാഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസം ആവുന്നുള്ളൂ. കാരണം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസംബർ ലാസ്റ്റ് വീക്കാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ കറക്റ്റ് 2 മാസം കറക്റ്റ് ആയി. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ഇനി നമുക്ക് ഈ സപ്പോർട്ട് എന്തായാലും വേണം. അതെ, ഇനിയും അടിപൊളിയായിട്ട്
പിന്നെ അതിനിടയ്ക്ക് നമുക്ക് വേറെ 2-3 കാര്യങ്ങൾ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര നോർമലായിട്ടുള്ള ആൾക്കാരല്ലേ, നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ ഇപ്പോൾ അറിയുന്ന ആൾക്കാർ വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സും ഇഷ്ടംപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉള്ളൊരു ടൈമാണ് ഇപ്പം ആ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയം മുതൽ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. ആ ടൈമിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു എന്താ നിങ്ങളുടെ വീഡിയോസ് കാണാറുണ്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞ വീക്ക് മാജിദ അല്ലേ, മാജിദ ഒരു ലേഡി നമ്മുടെ അടുത്ത് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ അപ്പൊ എനിക്ക് ചിരി വരുന്നുണ്ട്. അല്ല ഞങ്ങളിങ്ങനെ നിൽക്കും. അപ്പൊ ഇങ്ങനെ ആളിങ്ങനെ നോക്കി എന്നെ ചിരിച്ചേ. അപ്പൊ ഞാൻ ഓർത്ത് ദൈവമേ എന്റെ കൂട്ടത്തിൽ ഇനി കോളേജിൽ വല്ലതും ഉണ്ടായിരുന്നാണോ, ഞാൻ ഇനി മറന്നു പോയതാണോ, ഞാൻ അങ്ങനെ ആലോചിക്കുക. ഇപ്പൊ നന്നായിട്ട് ചിരിക്കുന്നുണ്ട് ആൾ. അപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, എനിക്ക് ആളെ കണ്ട് പരിചയമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു നീ എന്റെ കോളേജിൽ വല്ലതും ഉണ്ടായിരുന്നാണോ, ഞാൻ ഓർത്തങ്ങനെ എൻ്റെ കോളേജിൽ വല്ലതും ഉണ്ടായിരുന്നതാണോ, ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കാണ് പിന്നെ വന്നിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ വീഡിയോസ് കാണാറുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഒരു അമ്പലം തൂതാന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട്. അപ്പൊ അവിടുത്തെ അടുത്ത വാർഡിലെ കൗൺസിലർ ആണെന്നാ പറഞ്ഞത്. അതങ്ങനെ എന്റെ ഓർമ്മയില് പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വീഡിയോ ചെയ്യുന്ന കപ്പിൾസ് അല്ലേ, വീഡിയോ കാണാറുണ്ട്, നന്നായിട്ടുണ്ട് പറഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത് അവന്റെ പേര് എനിക്കറിയില്ല, നമ്മളെ വീടിന്റെ അടുത്തുള്ള പയ്യൻ തന്നെ, ചെറിയ ഞങ്ങളിങ്ങനെ സ്കൂട്ടറിൽ പോകുമ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കേ. അപ്പൊ ഞാനും ഇങ്ങനെ ചിരിച്ചു കാണിക്കും. ഒരു ദിവസം അവൻ സ്കൂൾ വിട്ടിട്ട് ഇതുവഴി പോവാ. അപ്പൊ ഞങ്ങൾ കാറ് കഴിക്കൊണ്ടിരിക്കുക. അപ്പൊ ശ്രീനാഥ് അതിന് തലേ ദിവസം പുറത്ത് പോയപ്പോഴത്തേക്ക് ശ്രീനാഥ് പറഞ്ഞു ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തിത് ആരാണ്, നമ്മുടെ ഒരു കസിൻ ഉണ്ട് ഹരിക്കുട്ടൻ, അവനേക്കാൾ ചെറുതാണ് ആള് എന്ന് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഞങ്ങൾ കാറ് കഴിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ഇത് ഫ്രണ്ടിൽ കൂടി പോകുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവനാണ് ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ എനിക്കും ആളെ മനസ്സിലായി. അപ്പൊ എപ്പോഴും അവൻ ചിരിച്ചു കാണിക്കും. അവനാണ് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അതെ 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 അവൻ. പിന്നെ വേറെ ഇവിടെ അടുത്ത് 2-3 കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മുടെ കുട്ടികളല്ലേ, അപ്പൊ അവർക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. അതെ പിന്നെ ഇവിടെ ഇവിടുത്തെ അവളുടെ പേര് ഞാൻ മറന്നുപോയി, ശിവാനി. അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ഇടയ്ക്ക് ഒരു ദിവസം ഇതേപോലെ 6 കുട്ടികള് അങ്ങനെയല്ല ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ഞങ്ങൾ ഈ അമ്പലത്തിൽ ചെന്ന സമയത്ത് ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണോ പറഞ്ഞത്, അതോ രാത്രിയിൽ ഇരുന്നിങ്ങനെ ഭാസ്കരൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു രാത്രി 12 മണിക്കൊക്കെ നിങ്ങളുടെ വീഡിയോ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക ആ കുട്ടീന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ 10K ആയിട്ട്, അപ്പം 10K ആയപ്പോൾ ഞങ്ങൾ ഓർത്തെന്ന് നമുക്ക് പറയാം ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് സക്സസ് സ്റ്റോറി എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല, പക്ഷെ അതെ സക്സസ് ആയിട്ടില്ല നമ്മൾ ഇതുവരെ. അപ്പം പക്ഷെ നമുക്കൊരു 10K ഒരു വലിയ ഫാമിലി കിട്ടി. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ വരാനായിട്ടുള്ളൊരു റീസൺ എന്താണ്, നമ്മൾ ഇതിലേക്ക് വരാനായിട്ടുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് വെറുതെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഈ 100 നമ്മൾ ഈ 100ൽ നിന്ന് ഇപ്പോൾ 0യുടെ എൻ്റെ ഇല്ല സ്ക്രീൻഷോട്ട്. ഞാനിങ്ങനെ 100, 1000 അങ്ങനെ ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ആ 100ൽ നിന്ന് ഇപ്പം നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഫാമിലി പോലെ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട്. എല്ലാ വീഡിയോസിനും കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ്, ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയൊക്കെ എനിക്ക് എന്താ പറയുക എല്ലാവരുടെയും ഡീപ്പ് ഞാൻ നോക്കും. അങ്ങനെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ ഒരു ഇത്തയുണ്ട്, പിന്നെ വേറൊരു ചേട്ടനുണ്ട്, അങ്ങനെ 2-3 പേരുണ്ട്. അവരെൻ്റെ എല്ലാ വീഡിയോസും, എൻ്റെ അല്ല ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ഇടും. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ സപ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങളെ ഇപ്പം ഇതൊക്കെ സംസാരിക്കാനായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഇടവരുത്തിയ ആട് നിങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം. അതെ, ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് പോയതിനു ശേഷം ആഡ് ഞങ്ങൾ ഇതിൽ പ്ലേ ചെയ്യാം. അതെ, അപ്പോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി എന്നാൽ.
Thank you.